ഹലോ, ഹായ്. ഹലോ, എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. പിന്നെ കേന്ദ്രത്തിൽ പോയപ്പോൾ ഉച്ചയ്ക്ക് തന്നെ നല്ല മഴക്കോളായിരുന്നു. മഴ പെയ്ത് അവിടെ നിന്ന് നനഞ്ഞുകൊണ്ടാണ് സൈറ്റിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. നനഞ്ഞു വന്നപ്പോൾ അപ്പം മനസ്സിൽ തോന്നി റേഡിയോ നിൽക്കുന്നതിന് മുന്നേ കുറച്ച് അവിടെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. അതെല്ലാം ഞാൻ വൃത്തിയാക്കി. അവിടെ നിന്ന് പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പാവയ്ക്കൊക്കെ ഞാൻ എടുത്തു. എൻ്റെ ചെറിയ കൃഷിത്തോട്ടമാണ്. പാവയ്ക്കൊക്കെ ഞാൻ അടക്കെടുത്തിട്ടുണ്ട്. 2-3 പയർ ഉണ്ടായിരുന്ന പയറെല്ലാം കുറച്ച് പുഴു കൊണ്ടുപോയി. ബാക്കി 5-6 ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊരു കുഞ്ഞിന് ഇത് പുരട്ടി കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പം ബാക്കി അവിടെ എല്ലാം വൃത്തിയാക്കി. ഇത് മഴയത്ത് നനയുമ്പോൾ എനിക്ക് മഴ നനയാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം ഈ മഴ നനയുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സങ്കടങ്ങളും എല്ലാം നമ്മുടെ കരഞ്ഞാൽ പോലും അത് മറ്റാരും കാണില്ല. അങ്ങനെ എനിക്ക് മഴ നനയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴായിരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും എനിക്ക് പുറത്തു വരുന്നത്. ഇത് ഞാൻ നട്ട ബജി മുളകാണ്. അത് 2 അടത്തിട്ടുണ്ട്. ഇനി അതാ നിൽക്കുന്നുണ്ട്. വേറെ കുഞ്ഞു തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആയി വരണതേ ഉള്ളൂ. പിന്നെ ഈ മഴയത്ത് മുറ്റത്തൊക്കെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നു. ആ ചാലൊക്കെ കീറി അങ്ങ് വിട്ടു. അത് വെള്ളമെല്ലാം ഒഴുകി പോവും. എൻ്റെ ചെടിതൊട്ടും എല്ലാം. പക്ഷേ വിത്തുകൾ പാവിയതെല്ലാം ഈ മഴ പെയ്യുമ്പോൾ അതൊക്കെ നശിച്ച് പോവും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്, സെറ്റാണ്. എനിക്ക് ഇതൊക്കെ മതി. ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം തന്നെയാണ് ഏറ്റവും വലുത് എനിക്ക്. അത് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. പോട്ടെ. അപ്പോൾ എനിക്കൊരു ഇത് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് തോന്നുന്നു. മഴനിലാവിൻ്റെ ചിറകുകളിൽ മഴയായി പൊഴിയൂ. വരികളൊക്കെ തെറ്റാണ്, എങ്കിലും ഞാൻ പാടി. അതൊക്കെ പോട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വിളവെടുപ്പാണിത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനും പാവം ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ. എന്തായാലും ഈ ഒരു ചാനൽ തുടങ്ങി അത് മുന്നോട്ട് പോവോ ഇല്ലയെന്നൊന്ന് നോക്കണമല്ലോ. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം ഞാൻ വീഡിയോ ഇടാനും നല്ല നല്ല വീഡിയോകൾ ഇടാനും ശ്രമിക്കും. അപ്പോൾ അടുത്ത പപ്പയ്ക്കയാണ്. പപ്പയ്ക്ക കാര്യം നമ്മൾ പപ്പയ്ക്ക എന്നാണ് പറയുന്നത്. ഇനി ഒരിടത്ത് കപ്പയ്ക്ക എന്ന് പറയും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. അപ്പോൾ ഞാൻ പപ്പയ്ക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തു അതിനെ അരിഞ്ഞു വെച്ചു കഴിക്കാൻ തുടങ്ങി. അത്രയൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷേ എന്നാലും ഇത് ചെയ്യാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രയും അരിഞ്ഞ് 4-5 കഷ്ണം നല്ല മധുരമുള്ള കപ്പയ്ക്കയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ എല്ലാവരും.